ഇപ്പൊ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇഴവ വോട്ടുകൾ വലിയ തോതിൽ CPM അടിസ്ഥാന വോട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന ഇഴവർ വലിയ തോതിൽ BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു, കോർപ്പറേഷൻ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു, പലയിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ കഴക്കൂട്ടത്ത് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, നിയമസഭയിൽ മാത്രമല്ല അതിനു മുമ്പ് വാർഡുകൾ, ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് ഇഴവ വോട്ട് ഇപ്പൊ 27% ഇഴവർ BJPക്കൊപ്പം നിലയുറപ്പിച്ചു എന്നുള്ള രീതിയിലെ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്ത് പിന്നാക്ക വിഭാഗക്കാർക്കിടയിലേക്ക് BJPക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു റിസൾട്ടാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അതിന് എത്രത്തോളം സാധ്യതയുണ്ട്, അതിനുള്ളൊരു ശേഷി നിലവിൽ BJPക്ക് ഉണ്ടോ എന്നതാണ്. ശേഷിയുണ്ടോ എന്നുള്ളതിനകത്തൊരു ചോദ്യം ഉണ്ടെങ്കിൽ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉത്തരം. കാരണം പ്രകടമായിട്ടും ഇതൊരു മൈനോറിറ്റി മന്ത്രിസഭയാണെന്ന് വേണമെങ്കിൽ പറയാം. ന്യൂനപക്ഷങ്ങളാണ് കൂടുതലുള്ളത്. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. അതും അവരും ഓരോ റോമൻ കത്തോലിക്, എല്ലാ ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്സ്, ഓരോ മതവും ഓരോ വിഭാഗവും പേര് പറഞ്ഞ് അത് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതേസമയത്ത് ഖാർഗെ പറഞ്ഞിട്ട് പോലും പട്ടികജാതിക്കാർക്ക് ഒരു മാന്യമായ ഒരു വകുപ്പ് കൊടുത്തില്ല. പട്ടികജാതിക്കാരനെ ഇപ്പം കോൺഗ്രസ് പറയുന്നു ജാതി സെൻസസ് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസ്, പക്ഷെ പട്ടികജാതിക്കാർക്ക് എന്താണ് ഒരു പേരിനൊരു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപിത നയം വലിയ പുരോഗമന സംസ്ഥാനം എന്ന് പറയുന്ന കേരളത്തിൽ പോലെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണ്. പട്ടികജാതിക്കാരന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് അവസാനമാണ് വലിയ ബലം പിടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വകുപ്പ് റവന്യൂ വകുപ്പ് കൊടുത്തത്.